ഹലോ, ഞങ്ങൾ ഇന്നലെ മുത്തുമണിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് ചായക്കട കയറി. ആ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞങ്ങളുടെ ഇവിടെ ധാരാളം കടകളുണ്ടെങ്കിലും ഞങ്ങൾ ഈ കടയിൽ മാത്രമേ കയറാറുള്ളൂ. കാരണം ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന ചൂട് കടികളാണ്. അത് കഴിക്കാനായിട്ടാണ് ഞങ്ങൾ ഈ കടയിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ പഴംപൊരി വാങ്ങിച്ചു. എന്നാ നല്ല ചൂട് പഴംപൊരിയാണെന്ന് അറിയാമോ? ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ 2-3 കഴിക്കാൻ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷെ ആങ്ങളുടെ ചിലവായതുകൊണ്ട് ആങ്ങള 2 വാങ്ങിച്ച് തന്നുള്ളൂ. എൻ്റെ തൊമ്മിപ്പെണ്ണാണെങ്കിൽ ഉള്ളിവട വാങ്ങിച്ച് കഴിച്ചത്. അവൾക്കാണെങ്കിൽ പഴംപൊരി ഇഷ്ടമല്ല. അവൾക്ക് ഈ ചെറിയ കുറച്ചൊക്കെ എരിവുള്ള സാധനം അവൾക്ക് ഇഷ്ടം. ടിറ്റോയാണെങ്കിൽ ലാസ്റ്റിലാണ് കഴിച്ചത്. അവൾക്കാണെങ്കിൽ ചൂടെല്ലാം പോയിട്ട് പാവം ഭയങ്കര വിഷമമായി. കുഞ്ഞാണെങ്കിൽ സമ്മതിക്കത്തില്ലെന്നേ. അവൾക്ക് മുത്തുമണിക്ക് പനി ആയതുകൊണ്ട് അവളെ ആരെങ്കിലും എടുത്തോണ്ട് നടന്നോണം, അല്ലെ അവൾ സമ്മതിക്കത്തില്ല. മുത്തുമണിക്കാണെങ്കിൽ ഞാൻ എടുക്കാൻ സമ്മതിക്കത്തില്ല. പനി വന്നു കഴിഞ്ഞാൽ അവളുടെ അച്ചാച്ചനോ അമ്മയോ ആരെങ്കിലും എടുത്തോണം, അല്ലെങ്കിൽ ഞാൻ എടുത്തേനെ വരുന്നു. പിന്നാണെങ്കിൽ അത് നന്നായേ. അതുകൊണ്ട് എനിക്ക് ചൂടോടെ നല്ല പഴംപൊരി ഇരുന്ന് കഴിക്കാൻ പറ്റി. പിന്നെ ചെറിയ പിള്ളേരുള്ള അമ്മമാരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എൻ്റെ അന്നക്കുട്ടിയും തൊമ്മിക്കുഞ്ഞും ചെറുതായപ്പോൾ എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എല്ലാവരും തിന്ന് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തിന്നാറുള്ളത്. ഈ കടയിലാണ് അത്യാവശ്യം നല്ല ചിലവും ഉണ്ട്. ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ചായക്കടികൾ തുടങ്ങും. പിന്നെ അവിടെ ഇരിക്കാനൊന്നും സ്ഥലം കാണത്തില്ല. പിന്നെ നമ്മൾ പിള്ളേരെയും കൊണ്ടൊക്കെ ചെല്ലുമ്പോൾ ആ ചേട്ടന്മാർ നല്ല സ്നേഹമുള്ള ചേട്ടന്മാർ, അവർ നമ്മളെ ഇരിക്കാനൊക്കെ നല്ല സൗകര്യമൊക്കെ തരും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ കയറുന്നത്. അങ്ങനെ ചായയും കടിയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലത്തെ കാഴ്ചകൾ കാണുവാണ്. ആ സമയത്ത് സൂപ്പർ ഒരു മഴ പെയ്തെന്നേ. എന്നാ സുഖമാണെന്ന് അറിയാമോ? മനസ്സിനൊക്കെ ഭയങ്കര കുളിർമ തോന്നുന്നേ. ചൂട് കടിയും ചായയും മഴയും, ആഹാ എന്നാ സൂപ്പറാണെന്നോ. ഇനിയുള്ളൊരു ചടങ്ങെന്ന് വെച്ചാൽ ഈ റെയിൻ കോട്ടൊക്കെ ഇട്ട് പോകണ്ടായോ? ഭയങ്കര മടിയാണെന്നേ. എനിക്ക് ടാറ്റ, വീണ്ടും കാണുന്നിടം വരെ ബായ്.